നമ്മുടെ ലെൻസ് കാർട്ടിന്റെ പുതിയൊരു ഓഫർ ഉണ്ട്. ലെൻസ് കാർട്ടിന്റെ സ്റ്റോക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ലെൻസ് കാർട്ടിന്റെ പുതിയൊരു ഓഫർ ഉണ്ട്. 10,000 സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോഴത്തേന് നമുക്കൊരു ഫ്രീ ഫ്രെയിം കിട്ടും. അപ്പോൾ അത് മേടിക്കാൻ നമ്മൾ കോട്ടൺ ടൗണിൽ നിന്നും നടക്കാൻ പോവുകയാണ്. നമ്മൾ കോട്ടയം തൊട്ട് വീട് വരെ നടക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 20,000 സ്റ്റെപ്പ് നമ്മൾ നടക്കണം. എന്നാലേ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഫ്രെയിം ലെൻസ് കാർട്ടിന് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ നടക്കുവാണ് ഗൈസ്. ഇതൊരു ചലഞ്ചായിട്ട് നമ്മളെല്ലാവരും എടുക്കുക. അപ്പം നമുക്കൊരു ഫ്രീ ഫ്രെയിം കിട്ടും. ഓക്കെ, അപ്പോൾ കോട്ടയം തൊട്ട് നമ്മൾ വീട് വരെ നടക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കോട്ടയം തൊട്ട് വീട് വരെ നടക്കാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ കോട്ടയത്തിന്റെ കറക്റ്റ് നടുക്കുണ്ട്. ഇപ്പം സമയം രാത്രി, ഇപ്പൊ സമയം 8:59 2-ാം തീയതി ആഗസ്റ്റ്. ഓക്കെ, നമ്മളിനി വീട്ടിലേക്ക് നടന്ന് പോവാം. ബസ്സുണ്ട്, ബസ്സിന് പോകാം. പക്ഷെ ഞാൻ എന്താ പറയുന്നത്, ഈ ചാലഞ്ച് അങ്ങ് എടുത്തിരിക്കുക. അപ്പം വീട് വരെ നടന്നു പോകണം. ഏകദേശം 2 മണിക്കൂർ നടപ്പുണ്ട് ഇവിടെ നിന്ന് വീട് വരെ. ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എവിടെയെങ്കിലും നടക്കാൻ പോകാം. ഞാൻ ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം മഴയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മഴയാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ തോർന്നതേ ഉള്ളൂ. ഇനി മഴയത്ത് വീട്ടിലോട്ട് പോകണം. നനഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് എൻ്റെ ഈ വേറെ റെയിൻകോട്ടോ കൊടയോ ഒന്ന് ഫോൺ ഇടാനുള്ള കവറോ ഒന്നുമില്ല. മഴ നനഞ്ഞാൽ 1,00,000 രൂപ ഫോൺ. കോട്ടയത്തിൻ്റെ കറക്റ്റ് നടുക്കുണ്ട്. നമ്മുടെ പിസ്സ ഹട്ട് ഉണ്ട്. പിസ്സ ഹട്ട് പേര് പറ്റുമോ? പിസ്സ ഹട്ട് കറക്റ്റ് നമ്മൾ ശാസ്ത്രി റോഡിലുണ്ട്. എന്താ ടൈറ്റനിൻ്റെ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നടക്കുന്നതുകൊണ്ട് ചെറിയ ഷേക്ക് കാണും കേട്ടോ വീഡിയോയിൽ. ആരും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് കയ്യും വീശി അങ്ങ് നടക്കാം. നോക്കട്ടെ, ഇന്നേവരെ ഒരു സാധനം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഫ്രീ ആയിട്ട് ഒരു ഫ്രെയിമൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. ഞാൻ അപ്പം ലെൻസ് കാർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആപ്പിളിൻ്റെ ഹെൽത്ത് ആപ്പ് വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര സ്റ്റെപ്പ് നടക്കുന്നുണ്ടെന്ന് അതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മളവിടെ നിന്ന് കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നടന്ന് നോക്കാം. അപ്പോൾ അവനെ ഇടിക്കാൻ ഇവിടെ ലെൻസ് കാർട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് നടന്നിട്ട് നാളെ ഇങ്ങോട്ട് വന്നാലും റെഡ്ജോ ഉണ്ട്, ഉണ്ട്. ലെൻസ് കാർട്ട് വേണ്ടത് ഇവിടെ ഉണ്ട്. നമ്മളെ കാർലാൻഡിന് ഓപ്പോസിറ്റ് ശാസ്ത്രി റോഡ് ഇറങ്ങി വരുമ്പോഴത്തേനും ലെൻസ് കാർട്ടുണ്ട്. ഇവിടെ വന്നാൽ മതിയായെങ്കിൽ. അപ്പോൾ നമുക്ക് നാളെ ഇങ്ങോട്ട് വന്ന് നോക്കാം. അവിടെ കാണുന്നുണ്ട്, അത് ലെൻസ് കാർട്ടാണ്. ലെൻസ് കാർട്ട് ഡോക്ടർ. പിന്നെ കഞ്ഞിക്കുഴിയിൽ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. എറണാകുളത്ത് കുറേ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു. അല്ലേ, ലെൻസ് കാർട്ട് ഡോക്ടർ. നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് ഫ്രെയിം കിട്ടും. ഞാനങ്ങനെ നോക്കിയപ്പോഴത്തേനും
15,000 സ്റ്റെപ്പ് നടന്നാൽ ആണെന്ന് തോന്നുന്നു കുറച്ച് ഓഫറുണ്ട്. പിന്നെ കേട്ടത് 20,000 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ വേണ്ട ഫാസിയുടെ വാതൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിലോട്ട് നടക്കുക. എറണാകുളം വരെ പോയതാണ്. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാ. നടന്നു നടന്ന് താഴെ വരെ വന്നപ്പോഴത്തേന് ഇനി അടുത്തൊരു കയറ്റം, ഒരു കയറ്റം ഇറങ്ങി വന്നപ്പോൾ അടുത്തൊരു കയറ്റത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അയ്യോ, വീട് വരെ നടക്കുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഞാൻ നടക്കും. മധ്യമായിട്ടുള്ള നമ്മൾ ലോഗോസ് ജംഗ്ഷനിലെ കയറ്റം നമ്മൾ നടക്കാൻ പോകും. ഓക്കെ, ഇന്ന് വരുന്ന വഴിക്കാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗഡ്സ് റെസ്റ്റോറൻറ്റ് കണ്ടത്. അവിടെ കയറാതെ ഞാനങ്ങ് പോവാ. നടന്ന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. അവൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഫുഡൊക്കെ മേടിച്ച് തന്നു. ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. എന്ത് ചെയ്യാൻ, അവൻ ജോർജിയക്ക് പോയി. ഇപ്പം ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കാം. മിസ് ചെയ്യും ബ്രോ. നമ്മൾ നടന്ന് കളക്ടറേറ്റ് ആയി കേട്ടോ. ഏകദേശം ഓൾറെഡി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 6,000 സ്റ്റെപ്സ് ഞാൻ ഇപ്പം നടന്നിട്ടുണ്ട്. എറണാകുളത്ത് കുറച്ച് നന്നായിരുന്നു. ഇപ്പോൾ ഇവിടെയും കൂടെ മൊത്തം ഒരു 6,000 കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 14,000 സ്റ്റെപ്പ് നമ്മൾ നടക്കണമെങ്കിൽ കളക്ടറേറ്റിൻ്റെ വാതിലിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. മഴ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കണം, അല്ലാതെ നടന്നിട്ടില്ല. ഫോൺ വേണമെങ്കിൽ അതാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വീട് തന്നെ നോക്കാം. ഫോൺ നനയാതിരിക്കുകയാണെങ്കിൽ അത്ര നല്ലത്. അതാണ് നമ്മുടെ കളക്ടറേറ്റ്, കോടതിയുടെ തൊട്ട് മുമ്പ്. ഇവിടെ തേക്കടിക്ക് പോകാം, കുമളിക്ക് പോകാം, ശബരിമലയ്ക്ക്, എരുമേലി, മണർകാട്, അതെല്ലാം ഒറ്റ വഴിയാണ്. നേരെ പോയാൽ മതി. നല്ലതായിട്ട് ദാഹിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കട ഉണ്ടെങ്കിൽ ഒരു കുട്ടി വെള്ളം മേടിക്കുക. കഞ്ഞിക്കുഴി എനിക്ക് തോന്നുന്ന ഒരു ലെൻസ് കാർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം അത് അടച്ച് കാണും. 7 മണി വരെയൊക്കെ ഉള്ളൂ ലെൻസ് കാർട്ടുള്ളൂ. ഇപ്പം അടച്ചു കാണും. മറ്റേ ശാസ്ത്രി റോഡിൽ അടച്ചല്ലോ, അപ്പം ഇത് അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നാളെ പോയി നോക്കാം. പിന്നെ ട്രെയിൻ കിട്ടുമ്പോൾ നമുക്ക് നോക്കാമല്ലേ. ലൂർദ് പള്ളി, ഇത് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുമ്പ് പണി ആരംഭിച്ചതാണ്. ഇപ്പം കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷമായതെന്ന് പോകാമെന്ന് തോന്നുന്നു. ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് ഇതിൻ്റെ പണി നടക്കുമായിരുന്നു. ഒറ്റപ്പ് പള്ളിയാണ്. കോട്ടയത്ത് നമ്മൾ വരുമ്പോഴത്തേനും വൈകിട്ട് കാണാനും പകല് കാണാനും ഒക്കെ അടിപൊളി. എൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ അടിപൊളിയാണ് ചെയ്തേക്കുന്നത്. നല്ല ടൈം എടുത്ത് പണിഞ്ഞ ഒരു പള്ളിയാണ് കേട്ടോ അത്. ഇതാണ് കളക്ടറേറ്റ്. പണ്ട് ഇവിടെ ഇടി വെട്ടിയപ്പോഴത്തേന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായത്. അപ്പം അവിടെ ലൈൻ കമ്പിയിലോട്ട് അവിടെ നിൽക്കുന്ന മരത്തിൻ്റെ ഒരു ഉണക്ക കഷ്ണം വന്ന് വീണിട്ട് അവിടെ കറണ്ട് അടിച്ചു. വെള്ളിയാനൊക്കെ മുമ്പ് ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് നമ്മുടെ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ. ഇത് നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി കേട്ടോ. പുള്ളിയുടെ രോമാഞ്ചമായ ഉമ്മൻചാണ്ടി സാർ. ഇത് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ. ഇത് ഫ്രീ പ്രൊമോഷൻ അല്ലേ. 12 പീസിന് 499 രൂപ. KFC. നമ്മളിപ്പം പ്ലാന്റേഷൻ ഇട്ടാറുണ്ട്. കളക്ടറേറ്റ് കഴിഞ്ഞു, നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മൾ 8,561 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 1,400 സംതിങ് സ്റ്റെപ്പ് കൂടെ നടന്നാൽ 10,000 സ്റ്റെപ്സ് ആവും. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് അങ്ങോട്ട് നടക്കാം. എൻ്റെ നിഗമനം തെറ്റായിരുന്നു സുഹൃത്തുക്കളെ. ഇവിടെ ടൈറ്റൻസിൻ്റെ ഒപ്റ്റിക്കൽസ് ആയിരുന്നു ഉണ്ടാകുന്നത് കഞ്ഞിക്കുഴിയിൽ.
ഇതാണ് ഡയറി ക്യൂൺ. ഇവിടെ 100 രൂപയ്ക്ക് നല്ല ഒന്നാന്തരം ഫലൂഡ ഉണ്ട്. DQ ഫലൂഡ, ഡയറി ക്യൂൺ ഫലൂഡ. ഞാൻ അവിടുത്തെ മെയിൻ എന്താ ആരാധകനായിരുന്നു. ഞാൻ എപ്പോഴും വന്ന് കഴിക്കുന്നതായിരുന്നു. ഇതായിരുന്നു ഞാൻ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. അപ്പൊ അതിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നു. ഈ ചലഞ്ച് ഓടിയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു 3-4 മാസം മുമ്പ് എൻ്റെ കാലൊന്ന് ഫ്രാക്ചർ ആയിരുന്നു. അത് കാരണം എനിക്ക് ഓടാൻ പറ്റത്തില്ല. ഓടിക്കഴിയുമ്പോഴത്തേന് പെയിൻ വരും. അപ്പൊ നമ്മള് ഈ 20,000 കിലോമീറ്റേഴ്സ് അല്ല 20,000 സ്റ്റെപ്സ് നടന്നാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയത്തില്ല എത്തുമെന്ന്. ഇപ്പൊ തന്നെ എൻ്റെ കാല് പെയിൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 15,000 സ്റ്റെപ്പ് എങ്കിലും ഞാൻ നടന്നിരിക്കും. ഇപ്പൊ എനിക്കൊരു വാശി കയറിയിട്ടിരിക്കുക. ഞാൻ അത് കംപ്ലീറ്റ് ആക്കാൻ മാക്സിമം നോക്കും. കൂരിരുട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു പോസ്റ്റിലൊരു വെട്ടം പോലും ഇല്ല. നമ്മൾ പുതുപ്പള്ളിക്ക് പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ് ഇത്. കഞ്ഞിക്കുഴി മോറ് കഴിഞ്ഞിട്ട് മുമ്പിലോട്ടുള്ള വഴി. ഇവിടെ നിന്ന് ഒരു പോസ്റ്റേ പോലും ലൈറ്റ് പോലും. കറണ്ട് പോയതാണോ എന്ന് അറിയത്തില്ല, അതാ പോസ്റ്റേ ലൈറ്റ് ഇല്ലാത്തതാണോ എന്ന് അറിയത്തില്ല. മിക്ക വീട്ടിലും ലൈറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അതെല്ലാം ഇൻവേർട്ടറോ ജനറേറ്ററോ ഒക്കെ ആയിരിക്കാം. കണ്ട മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ചർച്ചിന്റെ താഴെ കൂടെയുള്ള വഴിയാണ്. ഫുൾ ഇരുട്ട്, ഒരു വണ്ടിയോ അങ്ങനെ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് 1-2 വണ്ടിയൊക്കെ വരും. അങ്ങനെ ഞാൻ വീടെത്താറായിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ കൂടെ പോയാൽ മതി. ഇതിപ്പം കോട്ടയം മക്രോണിപ്പാലം വരെയായി. ഇനി കുറച്ചും കൂടെ പോയാൽ മതി. വീട്ടിൽ നിന്ന് വിളിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, വന്ന് പിക്ക് ചെയ്യും. പക്ഷെ മെന്നിഗോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞാൻ തന്നെ നടന്നു വരുന്നോളാം. ആരും ഇതിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞ. നമുക്കും കാലുണ്ടെന്നേ, നമ്മൾ നടന്നു വന്നോളാം. നമുക്ക് കാലുണ്ട്. കോട്ടയം തൊട്ട് വീട് വരെ നടന്നു പോകാനേ നമുക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ആരും ഈ രാത്രിയിലൊന്നും ഇതുവരെ നടന്നു വരരുത്. ഒന്നാമതിപ്പം മഴയാണ്, ലൈനൊക്കെ പൊട്ടിക്കിടക്കുന്നതാണ്, നല്ല കാറ്റും മഴയാണ്. എല്ലാവരും പകരൊക്കെ നടക്കാൻ ശ്രമിക്കുക. ഞാൻ പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ അതായതുകൊണ്ട് മാത്രം നടന്നേ ഉള്ളൂ. 8 മണി കഴിഞ്ഞാൽ പിന്നെ കോട്ടയത്തിൽ നിന്ന് ബസ്സില്ല. അപ്പം വീട്ടിൽ നിന്ന് വന്ന് പിക്ക് ചെയ്യും, അത് വേറെ. പിന്നെ കുറേ നാളായി നടന്നിട്ട്, പിന്നെ എനിക്ക് ഈ ചലഞ്ചും കൂടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉദിച്ചു നിന്നുകൊണ്ട് മാത്രം ഞാൻ നടന്നേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 10,000 കിലോമീറ്റേഴ്സ് ആയി കേട്ടോ. കിലോമീറ്റർ 10,000 സ്റ്റെപ്സായി. ഈ വീട് വരെ ചെല്ലുമ്പോൾ ഒരു 5,000 സ്റ്റെപ്സ് ആകുമായിരിക്കും. ഞാനിപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വീടെത്തിയിട്ട് കാണി കേട്ടോ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ 13,194 സ്റ്റെപ്പ് നടന്നിരിക്കുകയാണ്. അയ്യോ, ഇപ്പം എനിക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു എത്ര 7,000 കിലോമീറ്റേഴ്സും കൂടെ നടക്കണം. 7,000 സ്റ്റെപ്പും കൂടെ നടക്കണം. അപ്പത്തേന് എനിക്ക് ഫ്രീ ആയിട്ടൊരു ഫ്രെയിം കിട്ടും. ഇപ്പം ഞാൻ നടന്ന് വീടെത്താറായി. എനിക്കൊരു 7,000 സ്റ്റെപ്പും കൂടെ നടന്നാൽ മതി. അമ്പോ, നല്ല ഇരുട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഫോണിൻ്റെ വെട്ടം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അവനൊക്കെ എന്തിനാണ് ഈ രാത്രി ഇത്ര സ്പീഡിൽ പോകുന്നത്? ഞാൻ വീടെത്താറായി ഗൈസ്. ഒരു 7,000 സ്റ്റെപ്പ് കൂടെ നടന്നാൽ മതി. അപ്പോൾ 20,000 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ വീടെത്താറായി. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 14,000 സ്റ്റെപ്പ് എന്തോ ആയി. ഇനി നടന്ന് വീടെത്താറായി. വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക.
വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കണം എത്ര കിലോമീറ്റർ. ഞാൻ സൈഡിൽ കാണിക്കാവേ, ഞാൻ എത്ര കിലോമീറ്റേഴ്സ് ഇങ്ങനെ നടന്നു, എത്ര സ്റ്റെപ്പ് വെച്ചെന്നൊക്കെ സൈഡിൽ കാണിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ വീട് വരെ ചെന്നിട്ട് നോക്കിയിട്ട് ബാക്കി എത്രയുണ്ടെന്ന് പറയാം. ഇപ്പം നല്ല ഇരുട്ടാണ്, വെട്ടം കുറവാണ്. വീട്ടിലോട്ട് ഹൈവേ അല്ലല്ലോ, ചെറിയ വഴി കയറിയ കിട്ടിപ്പോയി. ഇച്ചിരി ഇരുട്ടൊക്കെ ഉണ്ട്. അപ്പം ഫോണിൽ ചാർജ് തീരാറായി. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഐഫോണിൽ പെട്ടെന്ന് ചാർജ് തീരും. അപ്പോൾ നമ്മൾ നടന്ന് വീടെത്താറായി. വീട്ടിൽ ചെന്നിട്ട് ബാക്കി ഞാൻ കാണിക്കാവേ. അങ്ങനെ രാത്രി 11:45 കഴിഞ്ഞ് ഞാനിപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഏകദേശം 18,000 സ്റ്റെപ്സ് ഞാൻ ഇപ്പം നടന്നു. ഞാൻ വീട്ടിൽ വന്നു, അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഒരു കുടയും എടുത്തുകൊണ്ട് നടക്കുവാണ്. അങ്ങനെ ഈ പെരുമഴയത്ത് നമ്മൾ നടന്നു നമ്മുടെ 20,595 സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ 20,000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ പെരുമഴയത്താണ് ഇന്ന് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് ഈ 20,000 സ്റ്റെപ്പ്. ലെൻസ്കാർട്ടിൽ നിന്ന് ഇപ്പം മെസ്സേജ് വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ആയി സക്സസ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാം. 20,000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അങ്ങനെ എൻ്റെ ആദ്യത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ലെൻസ്കാർട്ടിൻ്റെ ഷോപ്പിൽ വന്നിട്ടാണ് നമുക്ക് പോയി ചോദിച്ചു നോക്കാം ഇപ്പോൾ ഇല്ലെന്ന്. ലെൻസ്കാർട്ടിൽ വന്നു. ഇവിടെ വന്ന് പവർ ചെക്ക് ചെയ്തപ്പോഴത്തേന് എനിക്ക് പവർ ലെൻസ് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അവരോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേന് വന്ന് മേടിക്കും.